ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ മാറിയിരിക്കുകയാണ് ജിൻഡോ. മസിൽമാൻ എന്ന നിലയിലായിരുന്നു ആദ്യം ബിഗ് ബോസ് മത്സരാർത്ഥിയായി ജിൻഡോ എത്തിയത്. മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം ഉയരാൻ സാധിക്കുന്നില്ലെന്ന് താരത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് മികവിലേക്ക് എത്തുന്നതാണ് ഷോയിൽ കാണാനിടയായത്. അവതാരകൻ മോഹൻലാലും മറ്റ് മത്സരാർത്ഥികളും ഷോയിൽ ജിൻഡോയെ അഭിനന്ദിച്ചതും പ്രേക്ഷകരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സീസണിലെ ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യനാണ് ജിൻഡോ എന്നുള്ള ലേബലും പല പ്രേക്ഷകരും നൽകിയിരുന്നു. ജിൻഡോ അങ്ങനെ ഒരാളല്ലെന്നും ആരും കാണാത്ത ചില മുഖങ്ങൾ ജിൻഡോയ്ക്കുണ്ടെന്നും പറയുകയാണ് നോറ. പവർ റൂമിൽ കയറിയതിനു ശേഷം ജിൻഡോയുടെ ഗെയിം മാറിയതും ഫേക്ക് പേഴ്സണാലിറ്റിയിലെ മാറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കിയതും നോറയാണ്. ജിൻഡോ ചിലപ്പോൾ അമ്പിയും മറ്റു ചിലപ്പോൾ റെമോയും അല്ലെങ്കിൽ അന്യനുമായി പെരുമാറുമെന്നാണ് നോറ കഴിഞ്ഞ ദിവസം ക്യാമറ നോക്കി സംസാരിക്കവേ പറഞ്ഞത്. നോറയും ജിൻഡോയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഹൗസിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായിരുന്നു. മീറ്റിംഗിനിടയിൽ താൻ സംസാരിച്ചാൽ മാത്രം ജിൻഡോ പണിഷ്മെന്റ് തരുമെന്നും മറ്റുള്ളവർ സംസാരിച്ചാൽ ജിൻഡോ അത് കാര്യമായി എടുക്കാറില്ലെന്നും പറഞ്ഞാണ് നോറയും ജിൻഡോയും തമ്മിൽ വഴക്കുണ്ടായത്. മീറ്റിംഗിനിടയിൽ യമുന സംസാരിച്ചതിന് ജിൻഡോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതേ ചൊല്ലിയാണ് വഴക്ക് ആരംഭിച്ചത്. വഴക്കിനിടയിൽ നോറയോട് തർക്കിച്ചു നിൽക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ മൊയന്താണോ എന്നൊക്കെ തന്റെ നാട്ടിൻ പുറത്തെ ഭാഷയിൽ നോറ ജിൻഡോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. വഴക്കിനെല്ലാം ശേഷം ബാത്റൂം ഏരിയയിലെ ക്യാമറയിൽ നോക്കിയാണ് ജിൻഡോയുടേത് ഫേക്ക് പേഴ്സണാലിറ്റി ആണെന്ന് നോറ പറഞ്ഞത്. അയാൾ പണിഷ്മെന്റ് തരുമ്പോൾ അത് ചെയ്ത് എന്റെ കയ്യിലെ തൊലി വരെ പോയി. പിന്നെ ഞാൻ പറയാത്ത സ്റ്റേറ്റ്മെന്റുകളാണ് ആള് ഇന്ന് യമുന ചേച്ചിയോട് പോയി പറഞ്ഞത്. യമുന ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ റൂമിൽ ഒരു റൂൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ റൂൾ എല്ലാവർക്കും ബാധകമാകണം, അല്ലാതെ എനിക്ക് മാത്രമല്ല. ജിൻഡോ പറഞ്ഞു എനിക്ക് കുറെ ചാൻസ് തന്നിട്ടുണ്ടെന്ന്. പക്ഷേ അയാൾ എനിക്ക് കുറെ ചാൻസ് തന്നിട്ടില്ല. ഇന്ന് ഒരുപാട് പേർ ഇന്ററപ്റ്റ് ചെയ്തു. അവർക്കെല്ലാം കുറെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാത്തതിൽ അല്ല എനിക്ക് പ്രശ്നം. എനിക്ക് എന്തുകൊണ്ട് പണിഷ്മെന്റ് തന്നു എന്നതിലാണ്. അയാളോട് ആരാണോ സംസാരിക്കുന്നത് അവരോട് അയാൾക്ക് വ്യക്തിവൈരാഗ്യവും അറ്റാക്കിംഗ് മനോഭാവമുണ്ട്. അയാൾ ഭയങ്കര ക്രൂക്കഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ വീക്കിലും 2ാമത്തെ വീക്കിലും അയാൾ ഡിഫറൻ്റ് ആയിരുന്നു. അന്യനെ പോലെയാണ്. ചിലപ്പോൾ അമ്പിയാകും, ചിലപ്പോൾ റെമോയാകും, ചിലപ്പോൾ അന്യനായിരിക്കും. ഇങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്. ആദ്യത്തെ വീക്കിലും 2ാമത്തെ വീക്കിലും അയാൾ ഡിഫറൻ്റ് ആയിരുന്നു, അന്യനെ പോലെയാണ്. പണിഷ്മെന്റ് കൊടുക്കുന്നില്ലേ എന്ന് തന്നോട് ചോദിച്ചുകൊണ്ട് പുറകെ നടക്കുകയായിരുന്നു നോറയെന്നും അപ്പോൾ പിന്നെ താൻ എന്താണ് പറയുക എന്നുമാണ് ജിൻഡോ തന്റെ ഭാഗം ന്യായീകരിച്ച് ജാസ്മിനോട് സംസാരിക്കവേ പറഞ്ഞത്. ജിൻഡോയുടെ ഫേക്ക് പേഴ്സണാലിറ്റിയും കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയും നോറയ്ക്ക് പിടികിട്ടി തുടങ്ങിയെന്നാണ് പുതിയ വീഡിയോ വൈറലായതോടെ ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത്. പവർ റൂമിൽ കയറിയതോടെയാണ് ജിൻഡോയുടെ ഗെയിം എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ആഴ്ച ജിൻഡോയെ ഒരു എതിരാളിയായി പോലും ഹൗസിലെ മറ്റുള്ളവർ കണ്ടിരുന്നില്ല. ഇപ്പോൾ ജിൻഡോയും കളിച്ചു തുടങ്ങി.